ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് എല്ലാ ദിവസവും ബിരിയാണിയും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡെയിലി റുട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. 5:45 സമയമാകുമ്പോഴേക്കും എണീക്കും. എന്നിട്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ 6:30 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ മോള് മദ്രസയിലേക്ക് പോവാണ്. ആ ഒരു പോകുന്ന സമയമാണ് കേട്ടോ. അപ്പം മോളെ സലാം പറഞ്ഞൊക്കെ യാത്ര അയച്ച് പിന്നെ നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് പോവാണ്. ഞാൻ രാവിലെ തന്നെ പൂരിയും ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് റവ ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത പൂരിയാണ്. എണ്ണ ഒട്ടും പിടിക്കത്തില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പൊന്തി വന്നിട്ടുള്ള പൂരി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സമയം 7:30 മണി. എനിക്ക് മോന് സ്കൂളിലേക്ക് പോകാനാകുമ്പോഴേക്കും ചോറ് വേണം, അതിലേക്ക് കൂട്ടാൻ വേണം, പിന്നെ ചായയും കടിയും വേണം. അപ്പം ചായയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കണോണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലേ, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കീറിയിട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അത് ലാസ്റ്റ് കടുവും കറിവേപ്പിലയിട്ട് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയൊക്കെ മോന് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊക്കെ ഇട്ട് കൊടുക്കണം. അവന് വീഡിയോയിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം അവനുള്ള ചോറും കൂടി പൊതിച്ചോറും കൂടി റെഡിയാക്കിയാണ്. ഒരുപാട് കൂട്ടാനുകളൊന്നുമില്ല, കറിയൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ ജസ്റ്റ് ചോറും ഇന്ന് കൂന്തൽ റോസ്റ്റും പിന്നെ ചമ്മന്തിയാണ്. അപ്പോൾ ആ ഒരു തിരക്കും കൂടി ഉണ്ട് രാവിലെ തന്നെ എന്നും സ്കൂളിലെ ദിവസങ്ങളിൽ. അപ്പോൾ ആ ഒരു പൊതിച്ചോറും കൂടി റെഡിയാക്കിയെടുത്ത് അവനങ്ങ് പറഞ്ഞു വിടണം. അപ്പോഴേക്കും സമയം 8:30 മണി. അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയെടുത്തു. അതൊക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വാഴയിലേക്ക് നന്നായിട്ട് വാട്ടി റെഡിയാക്കിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പൊതിഞ്ഞ് അവൻ്റെ ബാഗിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ മോനും പോയി. ഇനി ശേഷം മോളൊക്കെ പോയതിന് ശേഷം അങ്ങ് തൊടിയിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറിയൊക്കെ ഇലയും താളിക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ വിഷമടിക്കാത്ത കറിവേപ്പിലയും മത്തൻ്റെ ഇലയും പിന്നെ വഴുതന നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അത്യാവശ്യം വലുതായിട്ടുള്ള ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കാറാണ്. ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഒരു 5-6 ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നമ്മുടെ വഴുതന ഉപ്പേരി ഉണ്ടാക്കും. അപ്പോൾ തന്നെ മത്തൻ്റെ ഇലയ്ക്ക് നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലുള്ള ഇതൊക്കെ വെച്ചിട്ടും കഴിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം എണ്ണിപ്പെറുക്കിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മത്തൻ്റെ ഇല താളിച്ചതും അയല പൊരിച്ചതും പിന്നെ കൂന്തൽ റോസ്റ്റും പിന്നെ കൈപ്പക്ക ഉപ്പേരിയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിലിട്ടും കയറിയിട്ടുണ്ട്. മത്തൻ്റെ ഇല നന്നായിട്ട് വെള്ളത്തിലിട്ടുണ്ട്. നേരത്തെ കൈപ്പക്ക ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഉപ്പിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കാം. അപ്പോൾ മത്തൻ്റെ ഇലയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് കത്തി വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒരുപാട് റെസിപ്പീസും സ്പെഷ്യൽ ഫുഡും സ്നാക്കും സ്വീറ്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് കാണാതെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കയ്പ്പക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു തക്കാളി, അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളകും പിന്നെ കുറച്ച് 2 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, ആ ചെറിയ ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി മൂത്ത് വരുന്ന സ്മെല്ലങ്ങ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇല്ലേ അതങ്ങിട്ട് കൊടുക്കുക. ഒരു
ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയണം കേട്ടോ, അപ്പോഴാണ് നമ്മളെ കയ്പ്പയ്ക്കയ്ക്ക് കയ്പ്പും കുറയും, തക്കാളിയുടെ പുളിപ്പും കൂട്ടി നല്ല ടേസ്റ്റായിട്ടുള്ള കയ്പ്പങ്ങ ഉപ്പേരി കിട്ടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പ്പക്ക ഉപ്പേരി, അതുകൊണ്ട് തന്നെ തൂമിച്ച് വെച്ചാലും ഞാൻ കഴിക്കും, തക്കാളി ഇട്ടിട്ടാക്കിലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്പ്പക്ക അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കയ്പ്പങ്ങ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന പോലെ ആവി കിട്ടണം. അപ്പോൾ നമ്മുടെ കയ്പ്പങ്ങ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് അങ്ങ് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ അതങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അയല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മസാല പുരട്ടണം. ഒരു സമയം തന്നെ 5-6 പണികളൊക്കെ ഒരുമിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും അടുത്തത് മുറിക്കാനോ തുമിക്കാനുള്ളത് അരിയാനോ അങ്ങനെയൊക്കെ ഓരോരോ പണികളെടുത്ത് നമ്മൾ പെട്ടെന്ന് സമയം ലാഭിക്കാം. ഇപ്പോൾ അയല നന്നായിട്ട് മീനിലെ അത് നന്നായിട്ട് മസാല പുരട്ടണം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മസാല പുരട്ടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാലയ്ക്ക് എല്ലാ മീനിലും പുരട്ടിയെടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വെക്കുന്നുള്ളൂ. കുറച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ചെറിയുള്ളി, 1 ബൾബ് വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം, പിന്നെ അതിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകവും കൂട്ടി നന്നായിട്ട് അരച്ച് ഫൈനാക്കി പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് മസാല പുരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീനിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അല്പം വിനാഗിരിയില്ലേ, സുറുക്ക, അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത്, നേരത്തെ വെളിച്ചെണ്ണയിൽ മാത്രമാണ് നമ്മളിതൊന്ന് മസാല പുരട്ടിയത്. ഇനി അല്പം സുറുക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ കയ്പ്പക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണം, അതുകൊണ്ട് തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി മത്തൻ്റെ ഇല താളിക്കാൻ പോവാണ്. അതിൽ ചെറിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞതും 1 പച്ചമുളകും ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മത്തൻ്റെ ഇലയില്ലേ അതങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ മത്തൻ്റെ ഇല ചേർത്ത് വെളിച്ചെണ്ണയിൽ തുമ്മിച്ചതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മത്തൻ്റെ ഇല ഒന്ന് വാടി വരണം. നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല കട്ടിയില്ലാത്ത നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ അതും കൂടി കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് കഞ്ഞിവെള്ളം എന്തായാലും എടുത്ത് വെക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മത്തൻ്റെ ഇല നന്നായി വാടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയില്ലേ കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് മറിയുമ്പോഴേക്കും അങ്ങ് ഓഫ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇല താളിപ്പ് റെഡി. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അയലയില്ലേ അതങ്ങ് പൊരിച്ചെടുക്കാം. ഞാനിതാ ആ അയല ഫ്രൈ പാനിൽ നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരുപാടൊന്നുമില്ല, ഫ്രൈ പാനിലായതുകൊണ്ട് തന്നെ കുറേശ്ശെ എണ്ണ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഓരോ അയല ഇങ്ങനെ ഓരോന്നിട്ട് കൊടുത്ത് നമുക്കിതങ്ങ് വേവിക്കാൻ വയ്ക്കാം.
ഇനി ഇത് വേവിക്കാൻ വെച്ച് ഞാനിതാ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിനി ക്ലീനിങ്ങിൻ്റെ ജോലിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ മീനൊക്കെ നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 2 ട്രിപ്പായിട്ട് ഇതാ പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ച് ഇനി അടുത്തതായിട്ട് ക്ലീനിങ് സെക്ഷൻ. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അയല പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി മുറ്റടിക്കാനുണ്ട്. മുറ്റയ്ക്ക് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അകത്തെ ക്ലീനിങ്ങിലേക്ക് പോകാം. ഡെയിലി റുട്ടീൻ ആയതുകൊണ്ട് തന്നെയാണ് ഡെയിലി റുട്ടീൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ എന്നും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇതാ ഞാനിതാ എല്ലാ ഭാഗവും നന്നായിട്ട് പൊടി തട്ടി അടിച്ചു വരാണ്. അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ അടുക്കളയിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് പണി എന്ന് നമ്മുടെ കെട്ടിയന്മാർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അത് വെറുതെയാണ്. നമുക്ക് ഒരു സമയം പോലും വെറുതെ സമയം കിട്ടത്തില്ല. വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നടുവ് നിർത്തുമ്പോഴേക്കേക്കും നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്കും ചായക്കടിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ എന്താ ക്ലീനിങ്ങും തുടക്കലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം എന്താ ഞാൻ ഒരുപാട് ഹാങ്ങിങ് പോട്ട് കുറച്ച് മുമ്പ് ചെടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഒഴിവാക്കി. ഇതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരാൾ നോക്കാൻ തന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനെ നന്നായിട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതാ ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് ചെടികൾ തൂക്കിയിരുന്നു കേട്ടോ, ഹാങ്ങിങ് പോട്ടൊക്കെ. ഇതൊക്കെ ഒഴിവാക്കി. ഇപ്പം ഞാൻ ചെടികളൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മാത്രം, ഇത് നമ്മളെ ഒരാളെ ഏൽപ്പിച്ചതുകൊണ്ട് നമ്മൾ നോക്കി കൊടുക്കണം. ഇപ്പോൾ അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടു. പിന്നെ അകൊക്കെ നന്നായിട്ട് അങ്ങ് പൊടി തട്ടി അടിച്ചു വാരി. ഇന്ന് തുടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അടിച്ചൊക്കെ വാരി. അതിനുശേഷം കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചോറുണ്ണാനായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം കൂട്ടി ഞാൻ നന്നായിട്ട് ചോറുണ്ണാൻ പോവാണ്. അതിലേക്ക് ചമ്മന്തി എടുത്തിട്ടുണ്ട്, നമ്മുടെ മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്, നമ്മുടെ കയ്പക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കൂന്തൽ റോസ്റ്റ് രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയത് അതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂട്ടി ചോറൊക്കെ കൊണ്ടിട്ട് വരാം കേട്ടോ. പിന്നെ ഡെയിലി റുട്ടീനായിട്ട് ആദ്യമായിട്ടൊന്ന് വന്നതാണ്. അപ്പം ഡെയിലി റെസിപ്പീസും എല്ലാമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്നാസിക്ക്.